ഹായ് വ്യൂവേഴ്സ്, രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളെല്ലാം ഇന്ന് ഞാൻ എൻ്റെ ഒരു കവിതയിലേക്കാണ് സ്വാഗതം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ കവിത ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. കവിതയുടെ പേര് ആറ്റിലെ കിളിക്കൂട്. ആറിനപ്പുറമുള്ള കുഞ്ഞിക്കിളിക്കൂടിനുള്ളിൽ കുഞ്ഞുങ്ങൾ ഒളിച്ചിരിപ്പുണ്ടേ. ഈ കിളിക്കുഞ്ഞുങ്ങൾ ശബ്ദം പലവട്ടം അലോസരം പൂണ്ടു നാട്ടുകാർ. ആറിനപ്പുറമുള്ള കുഞ്ഞിക്കിളിക്കൂടിനുള്ളിൽ കുഞ്ഞുങ്ങൾ ഒളിച്ചിരിപ്പുണ്ടേ. ഈ കിളിക്കുഞ്ഞുങ്ങൾ ശബ്ദം പലവട്ടം അലോസരം പൂണ്ടു നാട്ടുകാർ. പലരും കൂട്ടമായി കല്ലെറിഞ്ഞ് വീഴ്ത്തിയ കിളിക്കൂട് വീണ്ടും അമ്മ കിളി തൻ്റെ കൂടാക്കി മാറ്റി. വർഷവും 2 വാട്ടി മുട്ട വിരിഞ്ഞു കുഞ്ഞുങ്ങൾ പെരുകി തുടങ്ങി. പലരും കൂട്ടമായി കല്ലെറിഞ്ഞ് വീഴ്ത്തിയ കിളിക്കൂട് വീണ്ടും അമ്മക്കിളി തൻ്റെ കൂടാക്കി മാറ്റി. വർഷവും 2 വാട്ടി മുട്ട വിരിഞ്ഞു കുഞ്ഞുങ്ങൾ പെരുകി തുടങ്ങി. കിളികൾ നാട്ടുകാർക്കു ശല്യമായി തുടങ്ങി. അത് വീടുകളിലും ചേക്കേറി തുടങ്ങി. അയലത്തെ അടുക്കളയിലും വരാന്തയിലും കിളികളുടെ കാഷ്ടം കൊണ്ട് നിറഞ്ഞു. കിളികൾ നാട്ടുകാർക്ക് ശല്യമായി തുടങ്ങി. അത് വീടുകളിലും ചേക്കേറി തുടങ്ങി. അയലത്തെ അടുക്കളയിലും വരാന്തയിലും കിളികളുടെ കാഷ്ടം കൊണ്ട് നിറഞ്ഞു. അങ്ങനെ ഗ്രാമം മുഴുവൻ കിളികളുടെ ഗന്ധം പടർന്നുകൊണ്ടിരുന്നു. കിളികൾ കൂട്ടമായി കൊത്താനൊരുങ്ങി നാട്ടുകാരെ. അവർ കെണിവെച്ച് കിളികളെ പിടികൂടാനുമൊരുങ്ങി. അങ്ങനെ ഗ്രാമം മുഴുവൻ കിളികളുടെ ഗന്ധം പടർന്നുകൊണ്ടിരുന്നു. കിളികൾ കൂട്ടമായി കൊത്താനൊരുങ്ങി നാട്ടുകാരെ. അവർ കെണിവെച്ച് കിളികളെ പിടിക്കാനൊരുങ്ങി. കിളിശല്യം കൂടിയ ഗ്രാമത്തിലെ നാട്ടുകാർ കരയോഗം കൂടി കിളിയെ ഒഴിപ്പിക്കാൻ. കരയോഗം വാക്കുതർക്കത്തിലും അവസാനം കയ്യാങ്കളിയിലും കലാശിച്ചു. കിളിശല്യം കൂടിയ ഗ്രാമത്തിലെ നാട്ടുകാർ കരയോഗം കൂടി കിളിയെ ഒഴിപ്പിക്കാൻ. കരയോഗം വാക്കുതർക്കത്തിലും അവസാനം കയ്യാങ്കളിയിലും കലാശിച്ചു. കിളികൾ രാവിലെ മരത്തിലിരുന്ന് കാഷ്ടിക്കുമ്പോൾ അത് നാട്ടുകാരുടെ തലയിൽ വീണു. കൊച്ചുകുട്ടികൾ പുറത്തിറങ്ങിയാൽ അവരെ കൊത്തി ഓട്ടിക്കുന്നു കിളികൾ. കിളികൾ രാവിലെ മരത്തിലിരുന്ന് കാഷ്ടിക്കുമ്പോൾ അത് നാട്ടുകാരുടെ തലയിൽ വീണു. കൊച്ചുകുട്ടികൾ പുറത്തിറങ്ങിയാൽ അവരെ കൊത്തിയോട്ടിക്കുന്നു കിളികൾ. ഗ്രാമത്തിലെ അമ്മമാർ ഒരു തീരുമാനമെടുത്തു. എങ്ങനെയും കിളികളെ ഇല്ലാതാക്കണം. അത് വിഷഭക്ഷണം നൽകി ഫലമുണ്ടായില്ല. പടക്കം പൊട്ടിച്ചു നോക്കി, അതും ഫലിച്ചില്ല. ഗ്രാമത്തിലെ അമ്മമാർ ഒരു തീരുമാനമെടുത്തു. എങ്ങനെയും കിളികളെ ഇല്ലാതാക്കണം. അതിന് വിഷഭക്ഷണം നൽകി ഫലമുണ്ടായില്ല. പടക്കം പൊട്ടിച്ചു നോക്കി, അതും ഫലിച്ചില്ല. അവസാനം കാട്ടിൽ നിന്നും ഒരു വേടനെ കൊണ്ടുവന്നു കരയോഗം കൂട് കാണിച്ചു. അയാൾ അതെടുക്കാമെന്ന് ഏറ്റു. 2 ദിവസത്തെ പ്രയത്നം കിളിക്കൂട് മുഴുവൻ നീക്കം ചെയ്തു. അവസാനം കാട്ടിൽ നിന്നും ഒരു വേടനെ കൊണ്ടുവന്നു കരയോഗം കൂട് കാണിച്ചു. അയാൾ അതെടുക്കാമെന്നേറ്റു. 2 ദിവസത്തെ പ്രയത്നം കിളിക്കൂട് മുഴുവൻ നീക്കം ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിലേക്ക് കവിത ഷെയർ ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.